നമ്മുടെയൊക്കെ ജീവിതത്തില് ചില സമയങ്ങളുണ്ട് അല്ലേ? ചുമലിൽ താങ്ങാൻ പറ്റാത്ത ഭാരം, മുന്നോട്ടൊരടി വെക്കാൻ പോലും പറ്റുന്നില്ലെന്ന് തോന്നുന്ന ചില നിമിഷങ്ങൾ. എല്ലാം ഇവിടെ തീർന്നു എന്ന് നമ്മൾ ഉറപ്പിക്കുന്ന ആ ഒരവസ്ഥ. അതിനെക്കുറിച്ചും അതിൽ നിന്ന് എങ്ങനെ കരകയറാമെന്നതിനെക്കുറിച്ചുമാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഈ ഒരൊറ്റ വാചകം അതൊന്ന് മനസ്സിൽ കുറിച്ചിടുക. കാരണം നിങ്ങൾ എത്രമാത്രം തളർന്നു പോയിട്ടുണ്ടെങ്കിലും മുന്നോട്ടു പോകാൻ ഒരു കാരണമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാനാണ് എന്റെ ശ്രമം. ശരി, അപ്പോൾ ആദ്യം നമുക്ക് ഇപ്പോഴത്തെ ആ യാഥാർത്ഥ്യത്തെ ഒന്ന് അംഗീകരിക്കാം. നമ്മളിൽ പലരും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ കഠിനമായ ഭാരത്തെക്കുറിച്ച് തന്നെ നമുക്ക് സംസാരിച്ചു തുടങ്ങാം. ഒരുപക്ഷേ ഇന്നത്തെ ഈ ദിവസം നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരിക്കാം. അങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ഒന്നറിയുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ലക്ഷക്കണക്കിന് ആളുകൾ ഇതേ ഭാരവുമായി ഓരോ ദിവസവും തള്ളി നീക്കുന്നുണ്ട്. ആ വേദന സത്യമാണെന്ന് അംഗീകരിക്കുന്നതാണ് നമ്മൾ വെക്കുന്ന ആദ്യത്തെ ചുവട്. എപ്പോഴെങ്കിലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ തളർന്നുപോയതായി തോന്നിയിട്ടുണ്ടോ? ഇത് നമ്മൾ പറയുന്ന സാധാരണ ഉറക്കക്ഷീണമല്ല, അല്ലേ? അതിനേക്കാളൊക്കെ എത്രയോ ആഴത്തിലുള്ള ഒന്നാണിത്. ജീവിതത്തിന്റെ ഭാരം മുഴുവൻ നമ്മുടെ ആത്മാവിനേറ്റ് ഞെരിക്കുന്ന പോലത്തെ ഒരു തരം തളർച്ച. ചില സമയങ്ങളിൽ വെറുതെയൊന്ന് ശ്വാസം വിടാൻ പോലും വലിയൊരു പ്രയത്നം വേണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഓരോ ശ്വാസവും ഒരു യുദ്ധം ജയിക്കുന്നത് പോലെ അത്രമാത്രം ആഴത്തിൽ നമ്മളെ തളർത്താൻ ഈ ഭാരത്തിന് കഴിയും. അപ്പോ എന്താണ് ഈ ഭാരത്തിന് കാരണം? അത് പലതാണ്. ഭാവിയെക്കുറിച്ചുള്ള അടങ്ങാത്ത ഉത്കണ്ഠകൾ, പണ്ട് സംഭവിച്ചുപോയ തിരിച്ചടികളുടെ ഓർമ്മകൾ, പിന്നെ നമ്മളെക്കൊണ്ട് ഒന്നിനും കഴിയില്ലെന്നുള്ള ആഴത്തിലുള്ള സംശയങ്ങൾ. ഇവയെല്ലാം കൂടെ ചേർന്നാണ് നമ്മുടെ തോളുകളെ ഇങ്ങനെ തളർത്തുന്നത്. അവസാനം എന്താ സംഭവിക്കുന്നത്? ഈ മാനസിക സമ്മർദ്ദം നമ്മുടെ ശരീരത്തെയും ബാധിച്ചു തുടങ്ങും. തോളുകൾക്ക് വല്ലാത്ത വേദന, കാരണമില്ലാതെ നെഞ്ചുവേദനിക്കുന്നതുപോലെ, ഹൃദയത്തിന് ശരിക്കും മുറിവേറ്റതുപോലെ നമുക്ക് തോന്നിത്തുടങ്ങും. ഇന്ന് ഇങ്ങനെയൊക്കെ സഹിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലേക്ക് ഒരു ചോദ്യം വരും: നാളെ എന്തായിരിക്കും? ആ ഭാവിയെക്കുറിച്ചുള്ള ചിന്ത ഒരു കരിനിഴൽ പോലെ നമ്മളെ പേടിപ്പിക്കാൻ തുടങ്ങും. നാളെ ഒരുപക്ഷേ ഇതിലും മോശമാവുമോ? ഈ ഒരു ചോദ്യം നമ്മളോട് തന്നെ ചോദിച്ചു തുടങ്ങും. ഉത്തരം കിട്ടാത്ത ഈ പേടി, അത് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ചുവടിനെയും പിന്നോട്ട് വലിക്കും, നമ്മളെ കൂടുതൽ നിസ്സഹായരാക്കും. ചിലപ്പോൾ നാളത്തെ വെല്ലുവിളികൾ ഇന്നത്തേക്കാൾ വലുതായിരിക്കാം. ഈ ഇരുണ്ട രാത്രികൾക്ക് ഒരു അവസാനവുമില്ലെന്ന് നമുക്ക് തോന്നിയേക്കാം. സത്യം പറഞ്ഞാൽ ഈ ചിന്തകൾ മാത്രം മതി നമ്മളിലുള്ള അവസാനത്തെ പ്രതീക്ഷയുടെ കണികയും ഇല്ലാതാക്കാൻ. പക്ഷേ ഒരു സത്യമുണ്ട്: ഓരോ കൊടുങ്കാറ്റിനും ശേഷം ഒരു പുതിയ പ്രഭാതമുണ്ട്. നിങ്ങൾ നേരിടുന്ന ഓരോ കഷ്ടപ്പാടും നിങ്ങളെ കൂടുതൽ ശക്തരാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ മനസ്സിലെ ഓരോ സംശയവും ഒടുവിൽ തെളിഞ്ഞ ചിന്തകളിലേക്ക് വഴിമാറുക തന്നെ ചെയ്യും. ദാ ഇവിടെയാണ് കഥ മാറുന്നത്. ഇരുണ്ട ചിന്തകളുടെ ആ ലോകത്തുനിന്ന് പ്രതീക്ഷയുടെ ഒരു പുതിയ പുലരിയിലേക്ക് നമ്മൾ പതിയെ പ്രവേശിക്കുകയാണ്. ഈ മറ്റന്നാൾ എന്ന് പറയുന്നത് കാലണ്ടറിലൊരു ദിവസമല്ല കേട്ടോ, അതൊരു അനുഭവമാണ്. എല്ലാ വേദനകളും സഹിച്ച് നിങ്ങൾ ഈ കൊടുങ്കാറ്റിനെ അതിജീവിക്കുന്ന ആ ഒരു നിമിഷമുണ്ടല്ലോ, അന്നുദിക്കുന്ന ആ സൂര്യനാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മറ്റന്നാൾ. എന്നാൽ ഒരു കാര്യം നമ്മൾ ശരിക്കും തിരിച്ചറിയണം: നമ്മുടെ പ്രശ്നങ്ങളൊന്നും ഒരു ദിവസം ഒരു മാന്ത്രിക വടി കിട്ടിയതുപോലെ അങ്ങ് അപ്രത്യക്ഷമാകില്ല. അങ്ങനെ ഒരു എളുപ്പവഴി പ്രതീക്ഷിക്കുന്നതിലല്ല യഥാർത്ഥ വിജയം ഇരിക്കുന്നത്. യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, അത് നിങ്ങൾ തന്നെയാണ്. ആ സൂര്യപ്രകാശം വരുന്നത് പ്രശ്നങ്ങൾ ഇല്ലാതായതുകൊണ്ടല്ല, മറിച്ച് നിങ്ങൾ ആ കൊടുങ്കാറ്റിനെ അതിജീവിച്ചതുകൊണ്ടാണ്. ഓരോ വേദനയും സഹിച്ച് നിങ്ങൾ മുന്നോട്ടുവെച്ച ഓരോ ചുവടുമില്ലേ, അതാണ് ആ പ്രകാശത്തിന് കാരണം. അപ്പോൾ ഈ കഠിനമായ അനുഭവങ്ങൾ നിങ്ങളിൽ എന്ത് മാറ്റമാണുണ്ടാക്കുന്നത്? നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ നേടിയെടുക്കുന്ന ആ ഒരു ശക്തി എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വളർച്ചയുടെ ഘട്ടങ്ങൾ ഇങ്ങനെയാണ്. നിങ്ങൾ ആ കൊടുങ്കാറ്റിനെ അതിജീവിക്കുമ്പോൾ ഒരു മരത്തിന്റെ വേരുകൾ കൂടുതൽ ആഴത്തിലേക്ക് പോകുന്നതുപോലെ നിങ്ങൾ കൂടുതൽ ശക്തരാകുന്നു. ആ ശക്തിയിൽ നിന്ന് മൂടൽമഞ്ഞ് മാറുന്നതുപോലെ ജീവിതത്തെ കൂടുതൽ വ്യക്തതയോടെ കാണാനുള്ള ഒരു കഴിവും നിങ്ങൾക്ക് കിട്ടുന്നു. ഈ വാക്കുകളിൽ പൂർണ്ണമായി വിശ്വസിക്കുക. നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും കഠിനമായ ദിവസങ്ങളേക്കാൾ എത്രയോ കരുത്തരാണ് നിങ്ങൾ. ആ വേദനയെക്കാളും ആ പ്രശ്നങ്ങളെക്കാളുമൊക്കെ എത്രയോ വലുതാണ് നിങ്ങളുടെ ഉള്ളിലെ ശക്തി. അതുകൊണ്ട് ഈ കഠിനമായ സമയങ്ങളെ നേരിടാൻ നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. ഈ 4 കാര്യങ്ങൾ എല്ലാ ദിവസവും സ്വയം ഒന്ന് ഓർമ്മിപ്പിക്കുക. 1. മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ഓരോ ചെറിയ ചുവടും പ്രധാനമാണ്. 2. വിശ്വസിക്കുക, ആ പ്രകാശം വരുന്നുണ്ട്. 3. ഓർക്കുക, ഈ പോരാട്ടത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. പിന്നെ അവസാനമായി, ഏറ്റവും പ്രധാനമായി, എന്തു തന്നെ സംഭവിച്ചാലും ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഈ വാക്കുകൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ശക്തി നൽകുന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ ഇത് കേൾക്കേണ്ട മറ്റൊരാളെയും നിങ്ങൾക്കറിയാമായിരിക്കും. ഒരു നിമിഷമൊന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കാണ് ഈ പ്രതീക്ഷയുടെ വാക്കുകൾ ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യം? അവർക്ക് ഈ സന്ദേശമൊന്ന് കൈമാറുക. കാരണം ചിലപ്പോൾ തളർന്നുപോയ ഒരാൾക്ക് പിടിച്ചു നിൽക്കാൻ സ്നേഹത്തോടെയുള്ള ഒരൊറ്റ വാക്ക് മാത്രം മതിയാകും.